വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കൊരു ദിവസമുണ്ടാകാം. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്തു വിലയ്ക്കു വാങ്ങാവുന്ന ഒന്നല്ല. നേരെ മറിച്ച് അവനവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ്. ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത്. നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല, നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അത് ഒരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. ജീവിതം ചിലപ്പോൾ കരയിലേക്കടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖമുടി കാണാൻ കഴിയും. ആ വിഷമങ്ങളും പ്രശ്നങ്ങളും ചിലപ്പോൾ നല്ല ഒരു തുടക്കത്തിന് കാരണമാകാം. നല്ല ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കാനുള്ളതല്ല, നേടിയെടുക്കാനുള്ളതാണ്. അതിനായി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കുന്നു എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. ഒരു ഇല കൊഴിഞ്ഞെന്നു കരുതി മരം വീണ ചരിത്രമുണ്ടായിട്ടില്ല. തണലായിരുന്നവർ തളരുമ്പോൾ തുണയാകാൻ മറക്കരുത്. തളരുന്ന ഒരു കാലം എല്ലാവർക്കും വരുമെന്ന് ഓർക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്നും ആർക്കും അറിയില്ല. മറ്റുള്ളവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചു അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. തനിച്ചാകുമെന്ന ഭയത്തിൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം വരുന്നൊരു കൂട്ട് അസാധ്യമാണ്. വിഷത്തിൽ നിന്നായാലും അമൂല്യമായ അമൃത് ലഭിക്കുമെങ്കിൽ അത് സ്വീകരിക്കണം. ഒരു വസ്തു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഗുണം നോക്കിയിട്ടാണ്. എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്.
ഒരുപാട് സംസാരിക്കരുത്. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. നാം തളരുമ്പോൾ ചേർത്തു പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രമാണ് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം അനിയന്ത്രിതമായ ചിന്തകളെ പോലെ നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രുവിനു പോലും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. ആളുകൾ എന്തു വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുക. നിങ്ങൾ വിജയം കണ്ടെത്തുക.